പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 28 പ്രധാന വാർത്തകൾ. ഗോളശാസ്ത്ര കണക്കനുസരിച്ച് ഒമാനിൽ ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ ഏപ്രിൽ 10 ആവാൻ സാധ്യതയെന്ന് ഒമാൻ ഗോള നിരീക്ഷണ സമിതി തലവൻ അബ്ദുൽ വഹബ് അൽ ബുസൈദി. 99.9% അടുത്ത മാസം 10 ഒമാനിൽ പെരുന്നാളാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം റമസാൻ 29 ഒമാനിൽ മാസപ്പിറവി നിരീക്ഷിക്കുന്നതിന് വിവിധ ഭാഗങ്ങളിൽ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കും. മാസപ്പിറ കണ്ടാൽ മാത്രം ഔക്കാഫ് മതകാര്യ മന്ത്രാലയം ചെറിയ പെരുന്നാൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. ഏപ്രിൽ 9 നഗ്നനേത്രങ്ങൾ കൊണ്ടുപോലും ചന്ദ്രക്കല കാണാൻ സാധിക്കും. സൂര്യാസ്തമയത്തിന് ശേഷം 50 മിനിറ്റ് വരെ ചന്ദ്രപ്പിറവി ദർശിക്കാനാകുമെന്നും അബ്ദുൽ വഹബ് അൽ ബുസൈദി പറഞ്ഞു. അയൽ രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടെ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും സമാന സ്ഥിതിയായിരിക്കുമെന്നും അബ്ദുൽ വഹബ് അൽ ബുസൈദി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ സ്കൂൾ അവധിക്കാലമായതോടെ പ്രവാസി കുടുംബങ്ങൾ കൂട്ടത്തോടെ ഗൾഫ് രാജ്യങ്ങളിലെത്തുന്നു. 1 മാസം മുതൽ 3 മാസം വരെയുള്ള സന്ദർശക ടൂറിസ്റ്റ് വിസകളിലെത്തുന്നവരാണ് കൂടുതൽ. ഫാമിലി ജോയിനിങ് വിസയിലെത്തുന്നവരുമുണ്ട്. കുറഞ്ഞ ശമ്പളക്കാർക്കും നിലവിൽ കുടുംബ വിസ ലഭിക്കുന്നതും ഏറെ സൗകര്യപ്രദമാണ്. നിരക്കുകൾ ഏകദേശം സമാനമാണ്. നിരവധി മലയാളികൾ ഇതിനോടകം എത്തിയതായും ഏപ്രിൽ ആദ്യവാരത്തിലും ചെറിയ പെരുന്നാൾ കഴിഞ്ഞും കൂടുതൽ കുടുംബങ്ങൾ ടിക്കറ്റ് എടുത്തതായും ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു. മുൻകാലങ്ങളിൽ സ്കൂൾ അവധിക്കാലത്ത് ബന്ധുവീടുകളിലേക്കും മറ്റു വിനോദ സ്ഥലങ്ങളിലേക്കും പോയിരുന്ന മലയാളി കുടുംബങ്ങളുടെ പുതിയ ട്രെൻഡിംഗ് സ്പോട്ടാണ് ഗൾഫ് നാടുകൾ. പിതാവിനോടൊപ്പം കഴിയാൻ കുടുംബസമേതം പിതാവ് ജോലി ചെയ്യുന്ന നാടുകളിലെത്തുന്നവർ വർദ്ധിച്ചു വരികയാണ്. കോവിഡിന് ശേഷമാണ് ഈ ശീലം കൂടുതൽ വ്യാപകമായത്. കഴിഞ്ഞ 2 ആഴ്ചയായി കേരളത്തിൽ നിന്നുള്ള വിമാനങ്ങളിൽ മസ്കത്തിലും സലാലയിലും എത്തിയവരിൽ വലിയ ശതമാനവും മലയാളി കുടുംബങ്ങളാണ്. ഫഹൂദ് റോഡിൽ മണ്ണ് റോഡിലേക്ക് നീങ്ങി. കാറ്റ് ശക്തമായതോടെയാണ് മരുഭൂമിയിൽ നിന്നും മണ്ണ് റോഡിലേക്ക് നീങ്ങിയത്. ഫഹൂദിലേക്കുള്ള പാതയിൽ വാദി അൽ ഐൻ റൗണ്ട് എബൌട്ടിലാണ് മണ്ണിറങ്ങിയത് മൂലം യാത്രക്കാർക്ക് പ്രയാസം നേരിട്ടത്. യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസും രംഗത്തെത്തി. ഇതിലെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. നേരത്തെയും ഇവിടെ കാറ്റ് ശക്തമാകുന്ന സമയങ്ങളിലെല്ലാം മണ്ണ് റോഡിലേക്ക് നീങ്ങിയിരുന്നു. അധികൃതരുടെ നേതൃത്വത്തിൽ മണ്ണ് നീക്കം ചെയ്ത് സുഖകരമായ യാത്രയ്ക്ക് വാഹനങ്ങൾക്ക് സൗകര്യമൊരുക്കുകയായിരുന്നു. മധ്യപൗരസ്ത്യ ദേശത്തെ പല ഭരണകൂട സ്ഥാപനങ്ങളും സൈബർ ആക്രമണ പരിധിയിലെന്ന് റിപ്പോർട്ട്. സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമെ ഉൽപ്പാദനം, ഊർജം, ടെലികോം വ്യവസായങ്ങൾ സൈബർ ആക്രമണം നേരിട്ടേക്കാം. പ്രത്യേക സാമ്പത്തിക മേഖലകളെ ലക്ഷ്യമിട്ട് മൾട്ടി സ്റ്റേജ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ട്. പുതിയ ഒരു പഠനം വെളിപ്പെടുത്തി. സൈനിക വ്യാവസായിക സമുച്ചയം, ധനകാര്യം, മാധ്യമങ്ങൾ, IT, ശാസ്ത്രം, വിദ്യാഭ്യാസം എന്നിവയെല്ലാം സൈബർ ക്രൈം ഗ്രൂപ്പിന്റെ പരിധിയിലുണ്ട്. സജീവമായ ഭൂരിഭാഗം ഗ്രൂപ്പുകളും സർക്കാരുകളെയും വ്യവസായങ്ങളെയും ഒരിക്കലെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെന്ന് പോസിറ്റീവ് ടെക്നോളജീസ് റിസർച്ച് ടീമിലെ മുതിർന്ന അനലിസ്റ്റായ യാനെ അവസോവ പറഞ്ഞു. ഒമാനിലെ ദീർഘനാളത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സ്റ്റീഫൻ മാണിക്ക് ഇബ്ര ഫ്രണ്ട്സ് കൂട്ടായ്മ യാത്രയയപ്പ് നൽകി. കഴിഞ്ഞ 13 വർഷക്കാലം ഇബ്ര ഷർക്കിയ സാൻസ് ഹോട്ടലിൽ സൂപ്പർവൈസറായി ജോലി അനുഷ്ഠിച്ചു വരികയായിരുന്നു സ്റ്റീഫൻ മാണി. നിരവധി ആളുകൾ പങ്കെടുത്ത യാത്രയയപ്പ് ചടങ്ങിൽ ഫ്രണ്ട്സ് കൂട്ടായ്മ പ്രസിഡന്റ് നൌഷാദ് ചെമ്മായി മൊമെന്റോ കൈമാറി. ഫ്രണ്ട്സ് കൂട്ടായ്മ ഭാരവാഹികളായ ബിബിൻ ജോർജ്, ഹരിദാസ്, മോഹനൻ പിള്ള എന്നിവർ സംസാരിച്ചു. റമസാനിൽ വിലവർധനയുമായി ബന്ധപ്പെട്ട് 98 പരാതികൾ ലഭിച്ചതായി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറിയിച്ചു. വിവിധ ഗവർണറേറ്റുകളിലായി വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചതായി ലഭിച്ച പരാതികളിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഉപഭോക്തൃ വിഭാഗം ചെയർമാൻ സുലൈമാൻ ബിൻ അലി അൽ ഹിക്മാനി പറഞ്ഞു. റമസാനിൽ വില വർദ്ധിപ്പിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിയമം ലംഘിച്ച് വില വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തിയാൽ 60 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ഈടാക്കും. കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്ക് തടവ് ശിക്ഷയും വിധിക്കും. സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി റീറ്റെയിൽ സ്ഥാപനങ്ങൾക്ക് അധികൃതർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. റംസാനിൽ കൂടുതൽ സാധനങ്ങൾക്ക് ആവശ്യക്കാരെത്തുന്നത് മുതലെടുത്ത് വില വർദ്ധിപ്പിച്ചവർക്കെതിരെ കഴിഞ്ഞ വർഷങ്ങളിൽ നഗരസഭാ അധികൃതർ കർശന നടപടി സ്വീകരിച്ചിരുന്നു. തലസ്ഥാനത്ത് വിവിധ മോഷണ കേസുകളിൽ പ്രതികളായ 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സീബ് വിലായത്തിൽ വാണിജ്യ സ്ഥാപനങ്ങളിലും ഇന്ധന കേന്ദ്രങ്ങളിലും മോഷണം നടത്തിയ സംഘമാണ് മസ്കത്ത് പോലീസ് കമാൻഡ് നടത്തിയ അന്വേഷണത്തിൽ പിടിയിലായത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി. സമാന സംഭവം നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു.
ഫാക്കുർബ പദ്ധതിയിൽ ഈ വർഷം റമസാനിലെ ആദ്യ ദിനങ്ങളിൽ ജയിൽ മോചനം നേടിയത് 600-ൽ പരം ആളുകൾ. വിവിധ ഗവർണറേറ്റുകളിലായി 647 പേർ മോചനം നേടിയതായി ഒമാൻ ലോയേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ സദ്ജലി അറിയിച്ചു. ക്യാമ്പയിൻ റമസാൻ അവസാനം വരെ തുടരും. ഫാക്കുർബ ക്യാമ്പയിൻ്റെ 11ാമത് എഡിഷനാണ് ഇത്തവണ നടക്കുന്നത്. 1500 തടവുകാർക്ക് ഈ വർഷം മോചനം സാധ്യമാക്കാനാകുമെന്നാണ് ഒമാൻ ലോയേഴ്സ് അസോസിയേഷൻ പ്രതീക്ഷിക്കുന്നത്. പിഴ അടയ്ക്കാൻ പണമില്ലാതെ ചെറിയ കുറ്റങ്ങൾക്ക് ജയിൽവാസം അനുഭവിക്കുന്നവർക്ക് ഒമാൻ ലോയേഴ്സ് അസോസിയേഷൻ മോചനം സാധ്യമാക്കുന്ന ഫാക്കുർബ പദ്ധതിക്ക് ഇത്തവണയും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. അഹദ് ഫൗണ്ടേഷൻ ഉൾപ്പെടെ ഫാക്കുർബ ക്യാമ്പയിന് പിന്തുണയുമായി കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ബൗഷറിലും സലാലയിലും പുതിയ പള്ളികൾ ഉദ്ഘാടനം ചെയ്തു. ബൗഷർ വിലായത്തിൽ അൽ വഹാബ് മസ്ജിദ് ഔഖാഫ് മതകാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സഈദ് ബിൻ ഖൽഫാൻ അൽ മഅ്മരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ പള്ളി വിശ്വാസികൾക്കായി തുറന്നു നൽകി. സലാലയിലെ അലി ബിൻ അബ്ദുള്ള ബിൻ ആമിർ അൽ റവാസ് മസ്ജിദ് ഉദ്ഘാടന ചടങ്ങിനും മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സഊദ് ബിൻ ഖൽഫാൻ അൽ മഅ്മരി കാർമ്മികത്വം വഹിച്ചു. ഒമാനിലെ വാസ്തുശില അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച പള്ളികളിൽ ഒരേ സമയം 100 കണക്കിന് വിശ്വാസികൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. പുറത്ത് വിശാലമായ പാർക്കിംഗ് സ്ഥലവും ശുചീകരണ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രദേശത്തെ ഷെയ്ഖുമാരും പൗരപ്രമുഖരും ഉൾപ്പെടെ പള്ളികളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഒമാനിലെ ഫാറൂഖ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഫോസ ഒമാൻ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അൽ ഹൈൽ സീബ് വേവ്സ് പാർട്ടി ഹാളിൽ നടന്ന ഇഫ്താറിൽ ഫോസ ഒമാൻ പ്രസിഡന്റ് സുബൈർ സ്വാഗതം പറഞ്ഞു. ജനറൽ സെക്രട്ടറി AP അനസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒമാനിൽ വിദേശ നിക്ഷേപക കമ്പനികളിൽ സ്വദേശി നിയമനം നിർബന്ധമാക്കുന്നു. പ്രവർത്തനം ആരംഭിച്ച 1 വർഷത്തിനുള്ളിൽ വിദേശ നിക്ഷേപകർ തങ്ങളുടെ വാണിജ്യ സംരംഭങ്ങളിൽ കുറഞ്ഞത് ഒരു ഒമാനി പൗരനെയെങ്കിലും നിയമിക്കണമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം വ്യക്തമാക്കി. ഏപ്രിൽ മുതൽ സ്വദേശി ജീവനക്കാരെ നിയമിച്ചു തുടങ്ങണമെന്നും മന്ത്രാലയം ഉത്തരവിൽ വ്യക്തമാക്കി. വിദേശ നിക്ഷേപകരുടെ വാണിജ്യ രജിസ്ട്രേഷൻ ഫീസ് കുറയ്ക്കാനും അവരെ ഒമാനി നിക്ഷേപകനായി കണക്കാക്കാനുമുള്ള മന്ത്രിമാരുടെ കൗൺസിൽ തീരുമാനം നടപ്പിലാക്കിയതിനെ തുടർന്നാണ് ഈ തീരുമാനം. വിദേശ നിക്ഷേപകർ ഒമാനിൽ തങ്ങളുടെ വാണിജ്യ സ്ഥാപനം ആരംഭിച്ച് 1 വർഷത്തിനുള്ളിൽ ഒരു ഒമാനി പൗരനെ നിയമിക്കുകയും അവരെ സോഷ്യൽ ഇൻഷുറൻസിന്റെ ജനറൽ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുകയും വേണമെന്ന് പുതിയ ഉത്തരവ് വ്യക്തമാക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.